താമരശ്ശേരിയിൽ ആഭരണ നിർമ്മാണ യൂണിറ്റിൽ കവർച്ച. താമരശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സിയ ഗോൾഡ് വർക്സിലാണ് കവർച്ച നടന്നത്. 500 ഗ്രാമോളം വെള്ളി ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. താമരശ്ശേരി കാരാടിയിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തായി പ്രവർത്തിക്കുന്ന സിയ ഗോൾഡ് വർക്സ് എന്ന ആഭരണ നിർമ്മാണ യൂണിറ്റിലാണ് കവർച്ച നടന്നത്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് ഉടമയായ സജീവൻ സ്ഥാപനം അടച്ച് വീട്ടിലേക്ക് പോയത്. ബുധനാഴ്ച രാവിലെ 6 മണിയോടെ കടയിലെത്തിയപ്പോൾ ഷട്ടറിന്റെ 2 പൂട്ടുകളും തകർത്ത നിലയിലായിരുന്നു. രാവിലെ ഞാൻ നേരത്തെ സാധനം കൊടുക്കാണ്ടായിട്ട് നേരത്തെ വന്നിരുന്നു. അപ്പോൾ പിന്നെ ഒരു 6:15 ആകുമ്പോൾ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയപ്പോൾ 2 പൂട്ടും ഇല്ല. അപ്പം ഞാൻ പിന്നെ ഇത് തൊടാനൊന്നും നിന്നില്ല. പിന്നെ ഇവിടുന്ന് ഒരാളെ കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പോയതാണ്. സ്റ്റേഷനിൽ പോയി പിന്നെ പോലീസുകാരൊക്കെ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. ഉള്ളിൽ കയറിയപ്പോൾ ഈ ഡിസ്പ്ലേ ഉള്ള സാധനമൊന്നുമില്ല, ഒക്കെ നഷ്ടപ്പെട്ടു. വെള്ളിയില്ല, ഏകദേശം ഒരു 500 ഗ്രാമോളം പോയിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തിയ ശേഷമാണ് കടക്കുള്ളിൽ കയറി നോക്കിയത്. ഉള്ളിലെ ഗ്ലാസിന്റെ പൂട്ടും തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 500 ഗ്രാമോളം വെള്ളി ആഭരണങ്ങളാണ് അപഹരിക്കപ്പെട്ടത്. ലോക്കർ തുറക്കാൻ കഴിയാത്തതിനാൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല. പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് താമരശ്ശേരി ഡിവൈഎസ്പി ഓഫീസിന് സമീപത്തെ ജ്വല്ലറിയുടെ ചുമർ തുരന്ന് 40 പവനോളം സ്വർണമാണ് കവർച്ച ചെയ്തത്. ഇതിൽ 3 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് താമരശ്ശേരിയിൽ വീണ്ടും ജ്വല്ലറി കവർച്ച നടന്നത്. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. ഇതൊന്നും മാച്ച് അല്ല, ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ. നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയ ഗോൾഡിലുണ്ട്. ദിയ ഗോൾഡൻ ഡയമണ്ട്സ്, മൈ ജ്വല്ലറി, മൈ ഐഡന്റിറ്റി.